ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയൊരു പ്രസംഗത്തിനല്ല ഞാൻ മുതിരുന്നത്. എനിക്ക് നൽകിയിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് 2 ആഴ്ച മുമ്പ് ഞാൻ കയറി പ്രസംഗിച്ച പ്രസംഗം കാരണമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ വന്ന് കെയർസെല്ലിന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചൂടെ എന്ന് ഒരു സഹോദരൻ ചോദിച്ചു. അപ്പോൾ ഇനിയുള്ള 3 കെയർസെല്ലിന് ഞാൻ കാണും. അല്പനേരത്തെ വചനചിന്തയും അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റോളം നമുക്ക് ചില പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ രീതിയിലുള്ള, ഒരു വലിയ തോതിലൊന്നും ഞാൻ അങ്ങനെ വലിയ ക്ലെയിമൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷെ ചെറിയ രീതിയിൽ നമുക്ക് സഹായകമാകുന്ന രീതിയിൽ സുവിശേഷീകരണത്തെക്കുറിച്ച് പഠിക്കുവാനും പ്രായോഗിക തലത്തിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വചനത്തിൽ നിന്ന് ചില ആലോചനകൾ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ മുതിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഞാൻ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ ഇന്ന് ഈ ആദ്യ ഭാഗത്ത് ഞാൻ പലപ്പോഴും നമ്മൾ ഈ സുവിശേഷീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അസ്യൂം ചെയ്യുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും അങ്ങ് എന്താ അസ്യൂമിൻ്റെ മലയാളം? സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ അറിയാം എന്ന്, സ്വാഭാവികം എന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ അതാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് സാധാരണ സുവിശേഷീകരണത്തെക്കുറിച്ച് ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വചനം കേൾക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചോദ്യം ഇപ്പോൾ കേട്ടതൊക്കെയാണ്. എങ്ങനെ തുടങ്ങും, ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്, അല്ലേ? അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ ചിന്ത അതൊക്കെ അങ്ങ് അതിക്രമിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാ, അല്ലേ? ലജ്ജയും മറ്റേ ഭയമൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രസംഗിച്ച് തകർക്കുന്ന അതല്ലേ നമ്മുടെയൊക്കെ ഒരു വിചാരം, അല്ലേ? അപ്പോൾ ആ വിചാരം നമുക്കങ്ങനെ അസ്യൂം ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം അത് ശരിയാവണമെന്നില്ല. പിന്നെ പലപ്പോഴും അനുഭവ വെളിച്ചത്തിൽ പറയാം, കണ്ടിട്ടുമുണ്ട് ഈ ഊഹം ശരിയല്ല, ഈ ഊഹാപോഹം ശരിയല്ല എന്നുള്ളത്. അങ്ങനെ അനുമാനിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ് ഈ സുവിശേഷീകരണം? ഇതിൻ്റെ ഒരു നിർവചനം നമുക്ക് ആദ്യം വചനത്തിൽ നിന്ന് തന്നെ ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പലർക്കും പല ചിന്തകളാണ് സുവിശേഷീകരണത്തെക്കുറിച്ച്. അപ്പോൾ എൻ്റെ ഒരു നിർവചനം സുവിശേഷീകരണത്തെക്കുറിച്ചുള്ളത്, കേൾവിക്കാരന് ബോധ്യം വരത്തക്ക രീതിയിൽ സുവിശേഷം ഉപദേശിക്കുക. ഇത്രയേ ഉള്ളൂ. കേൾവിക്കാരന് ബോധ്യം വരത്തക്ക രീതിയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഉപദേശിക്കുന്നതാണ് സുവിശേഷീകരണം. അപ്പോൾ കേൾവിക്കാരന് ബോധ്യം വന്നില്ലെങ്കിലോ അത് സുവിശേഷീകരണം ആയില്ല, അല്ലേ? അപ്പോൾ കേൾവിക്കാരന് ബോധ്യം വരുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സുവിശേഷ പ്രസ്താവനയായിരിക്കണം. അല്ലാതെ ചുമ്മാ എവിടെങ്കിലും ഞാൻ പോയി ആ മരത്തിൻ്റെ ചുറ്റും കുറച്ച് സുവിശേഷം പറഞ്ഞാൽ സുവിശേഷീകരണം ആകത്തില്ല, അല്ലേ? റോഡിൻ്റെ വരികത്ത് നിന്ന് ആരും കേൾക്കുന്നില്ല, സുവിശേഷീകരണം ആകുമോ? റോഡരികിലെ പരസ്യ ശുശ്രൂഷ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതിനൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:11 ഞാൻ തന്നെ വായിക്കാം, നിങ്ങൾ പക്ഷേ എടുത്ത് നോക്കുക. 2 കൊരിന്ത്യർ 5:11 കർത്താവിൻ്റെ ദാസനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. അതാണ് പഴയ മലയാളം ബൈബിളിലെ വാക്ക്, സമ്മതിപ്പിക്കുന്നു. പുതിയ മലയാളം ബൈബിളിലൊക്കെ പ്രേരിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, പല വാക്കുകളുണ്ട്. ഇംഗ്ലീഷിൽ പെർസ്വൈഡാണ്, കൺവിക്ഷൻ വരുത്തുക, ബോധ്യം വരുത്തുക, അല്ലേ? സമ്മതിപ്പിക്കുക, പ്രേരിപ്പിക്കുക, അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ 12ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരെ നമ്മൾ പ്രേരിപ്പിച്ച് എൻജിനീയറിങ്ങിന് വിടും, അല്ലേ? അപ്പോൾ നമ്മളെന്താ പറയുന്നത്, ഇവിടെ എൻജിനീയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്വർഗം കിട്ടി. എൻജിനീയർ ആയ ചേട്ടന്മാരോടൊന്നും നീ ചോദിക്കരുത്, അത് പക്ഷേ സ്വർഗം കിട്ടും, അല്ലേ? അതാണ് പ്രേരിപ്പിക്കുക, സമ്മതിപ്പിക്കുക, പെർസ്വേഡ് ചെയ്യുക, കൺവിക്ഷൻ വരുത്തുക, ബോധ്യം. അവന് ബോധ്യമൊന്നുമില്ലോ എൻജിനീയറൊന്നും എനിക്കെന്നാണ്ട്, എനിക്ക് വല്ല സിനിമയിലും പോയാൽ മതി. അപ്പോൾ അവന് ബോധ്യം വരുത്തുകയാണ്, അല്ലേ? അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യവന പദം. മലയാളം ബൈബിളിൽ, പഴയ ബൈബിളിൽ തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത് സമ്മതിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ? കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുന്നു എന്നല്ല. കാരണം അത് 4-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം പൗലോസ് എന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയുണ്ടാകയാൽ, 4-ാമത്തെ അധ്യായം 1-ാം വാക്യം, ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്
ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരോടും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഉപായം പ്രയോഗിക്കാതെ. ലജ്ജാകരമായ, മലയാളം ബൈബിളിലെ രഹസ്യങ്ങൾ എന്നാണ്, രഹസ്യ പ്രവർത്തികൾ വെടിഞ്ഞുകൊണ്ട്, അതായത് മായം ചേർക്കലും കള്ളത്തരം കാണിക്കലും കൃത്രിമത്വം കാണിക്കലും ഉപായം, പറ്റിക്കുക, വഞ്ചന, അങ്ങനത്തെ ഫ്രോഡ് പരിപാടിയൊന്നും സുവിശേഷീകരണത്തിൽ നമ്മൾ ചെയ്യുന്നില്ല. വചന ശുശ്രൂഷയെക്കുറിച്ച് അവിടെ പറഞ്ഞു, നമ്മുടെ ശുശ്രൂഷയിൽ അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നിർബന്ധിക്കുക, മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക, ഇല്ലാത്തതുണ്ടെന്ന് പറയുക, അല്ലേ, വന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്നൊക്കെ പറയുന്നത്. സ്വർഗം കിട്ടും നിങ്ങളുടെ ജീവിതം അങ്ങ് സ്വർഗമാകും എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങളുണ്ടല്ലോ, അതൊന്നും പാടില്ല. അപ്പോൾ ഇവിടെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിർബന്ധിക്കുകയല്ല, അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയല്ല, അവർക്കുള്ളിൽ സ്വമേധ ബോധ്യം വരണം. അതെങ്ങനെ ഒരു ആത്മാവ് പ്രവർത്തിച്ചു വരുള്ളൂ. അപ്പോൾ വേറൊരു രീതി പറഞ്ഞാൽ ആത്മപ്രേരണ കേൾവിക്കാരൻ ഉണ്ടാകും വിധം സുവിശേഷം ഉപദേശിക്കണം. അതായത് എൻ്റെ സുവിശേഷ ദൂത് കേട്ട പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ തോന്നണം, അല്ലേ, പരിശുദ്ധാത്മാവിന് തോന്നണം, ഇത് നല്ല മെസ്സേജാണ്, ഈ മെസ്സേജിന് ഞാനും കൂടെ ആമേൻ പറയാം, അല്ലേ. അപ്പോൾ പലപ്പോഴും നമുക്ക് സുവിശേഷീകരണത്തിൽ ഒരു ഫലവും കാണാത്തതിൻ്റെ റീസൺ ഇതുകൊണ്ടാണ്. നമ്മളീ പറയുന്ന സുവിശേഷം പരിശുദ്ധാത്മാവിനൊന്നും വലിയ പിടിക്കുന്നില്ല, പ്രസാദമുള്ളതല്ല. അത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. പലരും ഈ സുവിശേഷം പറയണം, എന്തോ സുവിശേഷം, അതാണ് അസ്യൂം ചെയ്യുന്ന കാര്യം. സുവിശേഷം അറിയാവുന്ന അതിൻ്റെ അർത്ഥം, അല്ലേ. ഇപ്പം തന്നെ നമ്മുടെ ചർച്ചയിൽ തന്നെ പലതും വന്നു, അല്ലേ, സാക്ഷ്യം പറയുന്ന കാര്യം വന്നു, ചിരിക്കുന്ന കാര്യം വന്നു, രോഗസൗഖ്യം വന്നു. ഇതിലേതാ സുവിശേഷം? ഇതെല്ലാം ആണോ സുവിശേഷം? അല്ലേ. അപ്പോൾ അതൊരു വലിയ ചോദ്യമാണ്, എന്താണ് സുവിശേഷം? ഇപ്പോൾ സമൃദ്ധിയുടെ പ്രസംഗം പ്രസംഗിക്കുന്നതിനോട് ചോദിച്ചാൽ സുവിശേഷം എന്തെന്ന് വെച്ചാൽ, അയ്യോ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പൈസയൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഇങ്ങനെ കോടിയോടെ കോടി. അപ്പോൾ അതാണ് അവന് സുവിശേഷം. രോഗസൗഖ്യം പറയുന്നവർക്ക് അതാണ് സുവിശേഷം. എന്തോ യഥാർത്ഥ സുവിശേഷം, അല്ലേ. അപ്പോൾ ആ സുവിശേഷം നമ്മൾ പറയുന്നത് വചനപ്രകാരമായില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ആത്മപ്രേരണ ഉണ്ടാകത്തില്ല. അവർ ഈ പറഞ്ഞ പോലെ ബോധ്യമൊന്നും വരത്തില്ല. പിന്നെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞതൊക്കെ ചിലപ്പോൾ അവർക്ക് ജഡീകമായിട്ട് താല്പര്യമുള്ളതാണെങ്കിൽ അവർ ചിലപ്പോൾ സഭയിലൊക്കെ വരുമായിരിക്കും. പക്ഷേ സുവിശേഷീകരണം സംഭവിച്ചോ? ഇപ്പോൾ കർത്താവിൻ്റെ അപ്പവും മറ്റേ അത്ഭുതമൊക്കെ കാണാൻ ഒരുപാട് പുരുഷാരം വന്നു, അവരെയൊക്കെ കർത്താവ് സുവിശേഷീകരിച്ചെന്നാണോ? ഇല്ല, അവരെയൊന്നും സുവിശേഷീകരിച്ചിട്ടില്ല, അല്ലേ. അവർക്ക് ബോധ്യം വന്നില്ല, അവർ കർത്താവിലൊന്നും വിശ്വസിച്ചില്ല, കർത്താവ് കൊടുക്കുന്നതിൽ താല്പര്യപ്പെട്ട് വന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ട്രാക്റ്റ് കൊടുത്തു, അയാൾ അടുത്ത ദിവസം സഭയിൽ വന്നു, കുറേ നാൾ ഇരുന്നു എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, നമ്മളങ്ങ് ചിന്തിക്കുകയാണ് നമുക്കറിയാം എന്താണ് സുവിശേഷീകരണം, എന്താണ് അതിൻ്റെ ലക്ഷ്യം, എന്താണ് സുവിശേഷം എന്നൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങാം. അടുത്ത മാസങ്ങളിലൊക്കെ മറ്റ് നമ്മുടെ ശരിക്കും പ്രായോഗിക തലത്തിലുള്ള എങ്ങനെ ആളുകളോട് മിണ്ടണം, അത് പറയണം, ഇത് പറയണം എന്നൊക്കെ ഉള്ളത് ആദ്യം ഇവിടെ തുടങ്ങാം. അപ്പോൾ സുവിശേഷം എന്തല്ല എന്നുള്ളതിനേക്കാളും എന്താണെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം, അല്ലേ. എന്താ സുവിശേഷം? സുവിശേഷം പറയുമ്പോൾ വചനപ്രകാരം 4 ഘടകങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതുണ്ട്. അപ്പം അത് സൂചിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. പിന്നെ നമുക്ക് അതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു എക്സസൈസ് പോലെ ഒരു കാര്യം ചെയ്യാം. കാരണം ഇത് പ്രായോഗിക തലത്തിലുള്ള ഒരു ട്രെയിനിങ് പോലൊരു സമയമാണ്, ഒരു പ്രോത്സാഹനം, ഒരു പരിശീലനം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ സുവിശേഷം പറയുമ്പോൾ വചനത്തിൽ കാണുന്ന സുവിശേഷം, അല്ലേ, വചനത്തിൽ കാണുന്ന സുവിശേഷം പറയുമ്പോൾ 4 ഘടകങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം. പക്ഷെ പറയുന്ന രീതി ഇത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു സ്ക്രിപ്റ്റല്ല, ഒരു തിരക്കഥ എഴുതിത്തരല്ല, ഇതങ്ങ് കാണാൻ പിടിച്ചിട്ട് എന്ന് പറയാനല്ല. പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞാലും അതിൻ്റെ വിധമൊക്കെ മാറും ചിലപ്പോൾ. ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിലെ യഹൂദന്മാരോട് പറയുന്ന പോലെ അല്ല യവനന്മാരോട് സുവിശേഷം പറയുന്നത്. യഹൂദന്മാർക്ക് വചനം അറിയാം, അവർ മശീഹയെ കാത്തിരിക്കുകയാണ്, അവർ ദൈവരാജ്യവും കാത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ഈ യഹൂദ പള്ളി കയറിയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ മതി, ഇതാണ് വരാനിരുന്ന മശീഹ എത്തിയിട്ടുണ്ട് കേട്ടോ, ഇത്രയേ ഉള്ളൂ. എന്നാൽ യവനന്മാരുടെ അടുത്ത്, അല്ലേ, ഏതൻസി പോയപ്പം ആദ്യം തൊട്ടേ തുടങ്ങണം, നിങ്ങൾ ഈ പറയുന്നൊന്നും അല്ല ദൈവം, അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു ദൈവത്തെക്കുറിച്ച് ഞാൻ പറയാം, അല്ലേ, ദൈവത്തിന് നിങ്ങളുടെ കൈവേലയൊന്നും വേണ്ട എന്നും പറഞ്ഞ് തുടങ്ങണം, അല്ലേ.
അപ്പോൾ അതിൻ്റെ പറയുന്ന രീതിക്കൊക്കെ മാറ്റം വരുമെങ്കിലും സുവിശേഷം എന്ന് പറയുന്ന രക്ഷാദൂത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വചനത്തിൽ 4 ഘടകങ്ങൾ സൂക്ഷ്മമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് വളരെ സിമ്പിളാണ്. ഒന്ന്, ആരാണ് ദൈവം? യഥാർത്ഥ ദൈവം, ഏകസത്യ ദൈവം. ദൈവം എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനുഷ്യരിങ്ങനെയൊക്കെ പലതിൻ്റെയും പുറകെ പോകുന്നത്, അല്ലേ? ഇപ്പോൾ യവനന്മാരുടെ കാര്യം എടുത്താൽ തന്നെ അവർ വിചാരിച്ചു ദൈവത്തിന് മനുഷ്യൻ്റെയൊക്കെ വേണം. എല്ലാ മാനുഷിക മതത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം. കുറച്ച് വഴിപാടും കുറച്ച് പൈസയും കുറച്ച് ബിൽഡിങ്ങും ഒക്കെ കിട്ടിയാലേ ദൈവം തിരിച്ചു തരത്തുള്ളൂ, അല്ലേ? ബാർട്ടർ സിസ്റ്റം. ഇങ്ങോട്ട് പുല്ല് തന്നാൽ ഞാൻ കച്ചി തരാം എന്ന് പറയുന്ന ആ പരിപാടി. അപ്പോൾ ദൈവം അങ്ങനെയാണെന്നാണ് അവരൊക്കെ എല്ലാ ജാതീയ മതപരമായിട്ടുള്ള ക്രിസ്തു മതം വിശ്വസിക്കുന്നവൻ്റെയും കുഴപ്പം അതൊക്കെ തന്നെ, അല്ലേ? മനുഷ്യൻ്റെ മതം മുഴുവൻ ഇതാണ്. അത് നടത്താൻ വേണ്ടിയാണ് പുരോഹിതൻ. എല്ലാത്തിലും പൂജാരി, പുരോഹിതൻ എല്ലാം ഇതിന്, അല്ലേ? അപ്പോൾ പൗലോസ് ചാടിക്കയറി പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്, ദൈവത്തിന് മനുഷ്യൻ്റെ ഒന്നും വേണ്ട, ഒരു പുല്ലും വേണ്ട, ഒരു കച്ചിയും വേണ്ട, ഒന്നും വേണ്ട. കാരണം എന്താ? മനുഷ്യൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു പ്രവൃത്തിയും ദൈവത്തിന് ദൈവമായിട്ടിരിക്കാൻ ഒരാവശ്യവുമില്ല, അല്ലേ? അത് അവരോട് ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു. ദൈവത്തിന് ദൈവമായിട്ടിരിക്കാൻ മനുഷ്യൻ്റെ ഒന്നും വേണ്ട, അല്ലേ? ഇത് നമ്മുടെ ഇടയിൽ തന്നെ പ്രസംഗകരുണ്ട്, നിൻ്റെ പൈസ കിട്ടിയാലേ ദൈവത്തിന് പറ്റത്തുള്ളൂ അനുഗ്രഹിക്കാൻ. നിൻ്റെ ടൈത്ത് കൊണ്ടുപോവാ, ദശാംശം കൊണ്ടുപോവാ. ഇത് ദൈവത്തിന് വേണ്ട, അവന് വേണം പറയുന്നവന്. അതുകൊണ്ട് അവൻ പറയണേ കൊണ്ടുവരണേ എന്ന്, അല്ലേ? പക്ഷെ ദൈവത്തിന് ഒന്നും വേണ്ട, മനുഷ്യൻ്റെ കയ്യിൻ്റെ പ്രവൃത്തികളൊന്നും വേണ്ട. അപ്പോൾ ദൈവം ആരാണെന്നുള്ളത് നമ്മുടെ ഈ രക്ഷാദൂതിൽ 5 മിനിറ്റാണെങ്കിൽ പോലും ഒരു സൂചന ഉണ്ടായിരിക്കണം. ആരാണ് ഈ പറയുന്ന ദൈവം? അല്ലാതെ അവരുദ്ദേശിക്കുന്ന ദൈവത്തെക്കുറിച്ചൊന്നുമല്ല നമ്മളീ പറയുന്നത്, അല്ലേ? അപ്പോൾ ആരാണ് യഥാർത്ഥ ദൈവം? ദൈവം സ്നേഹദ്വന്ദ്വിയായ ഒരു ദൈവമാണ്, അല്ലേ? ദൈവം തികഞ്ഞ സ്നേഹമാണ്, അല്ലേ? അതോടൊപ്പം തന്നെ ദൈവം വിശുദ്ധനാണ്. ഞാൻ ഇന്നലെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കായിരുന്നു. ദൈവം മോശയുടെ പാട്ട് പാടുമ്പം സ്വർഗത്തിൽ പറയുന്നു, ദൈവം നീ ഏക പരിശുദ്ധൻ, നീയാണ് ഏക പരിശുദ്ധൻ. അങ്ങനെ പരിശുദ്ധനും സ്നേഹനിധിയുമായ ദൈവമാണ് നമ്മുടെ ദൈവം. സകല സൃഷ്ടികളുടെയും സൃഷ്ടാവായ ദൈവമാണ്, അല്ലാതെ ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല, അല്ലേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ, അല്ലേ? സകല സൃഷ്ടിയുടെ, നിന്നെയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. സൃഷ്ടാവാം ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ എങ്ങനെയാണ്? അതാണ് ദൈവം കഴിഞ്ഞടുത്ത മനുഷ്യനെക്കുറിച്ച് പറയണം, അല്ലേ? മനുഷ്യൻ പാപിയാണ്. അപ്പം അതൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും ബോധമൊന്നുമില്ല അതിനെക്കുറിച്ച്. നീ ഒരു പാപിയാണ്, നിൻ്റെ കുഴപ്പം നീ ഒരു പാപിയാണ്. പാപിയാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വചനപ്രകാരം മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യൻ കുറേ പാപപ്രവർത്തികളൊക്കെ ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. അത് രണ്ടാമത്തെ അർത്ഥമാവുന്നുള്ളൂ. ഒന്നാമത്തെ പ്രാഥമിക അർത്ഥം, മനുഷ്യൻ പ്രകൃതം കൊണ്ടേ പാപിയാണ്. നിന്നെക്കൊണ്ട് ഒരിക്കലും ഒരു സൽപ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല. ബൈ നേച്ചർ പ്രകൃതമേ പാപപ്രകൃതമാണ്. വീണുപോയ മനുഷ്യനാണ്, തേജസ്സിൽ നിന്ന് വീണുപോയ. അപ്പം സൃഷ്ടാവാം ദൈവം നിന്നെ ഉണ്ടാക്കിയ രൂപത്തിലൊന്നുമല്ല നീ ഇപ്പോൾ ഇരിക്കുന്ന, നീ വീണുപോയതാണ് നിൻ്റെ പ്രശ്നം, അല്ലേ? നിൻ്റെ പ്രകൃതം ശരിയല്ലാത്തതുകൊണ്ടാണ് നീ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്, അല്ലേ? പലർക്കും അത് അറിഞ്ഞൂടാ. ഈ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ പാപപ്രവൃത്തി, നീ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? നിൻ്റെ പ്രകൃതമേ വീണുപോയ പ്രകൃതി. ഈ പ്രകൃതത്തിൽ നിന്ന് ഈ പ്രവൃത്തി അല്ലാതെ വേറെ നല്ല പ്രവൃത്തിയൊന്നും ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. രക്ഷിക്കപ്പെടാൻ നിന്നെക്കൊണ്ട് കഴിയത്തില്ല. അതാണ് മനുഷ്യൻ്റെ കുഴപ്പം. എന്ന് മാത്രമല്ല, ഇങ്ങനത്തെ പ്രകൃതവും വെച്ച് ഇങ്ങനത്തെ പ്രവൃത്തിയും ചെയ്താൽ എന്തോ പറ്റും? വിശുദ്ധനായ ദൈവം ന്യായം വിധിക്കുമ്പം നിൻ്റെ കാര്യം പോക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. അതിന് തൊട്ടു മുമ്പേ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമെന്നൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് വിശുദ്ധനായ ദൈവം പാപത്തെ ന്യായം വിധിക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു കഴിവും ഇല്ല, അല്ലേ? ഇതൊക്കെ നമ്മൾ പറയണം. അപ്പോൾ മനുഷ്യൻ വീണുപോയതാണ്. മനുഷ്യന് സ്വന്തം പ്രവൃത്തിയാൽ ഒരു നന്മയും ചെയ്തെടുക്കാൻ കഴിയത്തില്ല. മനുഷ്യന് സ്വമേധ രക്ഷിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ഈ പാപാവസ്ഥയിൽ നിലനിന്നു പോയാൽ അന്ത്യത്തിൽ ദൈവത്തിൻ്റെ മഹാക്രോധ ദിവസം വരുമ്പോൾ നശിച്ചു പോകും, അല്ലേ? അപ്പോഴാണ് ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്, അല്ലേ? മൂന്നാമത്തെ ഘടകമാണ് ക്രിസ്തു. ക്രിസ്തുവാണ് ദൈവം അയച്ച ഏകരക്ഷകൻ. അതും എടുത്തു പറയണം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, അല്ലേ?
അല്ലെങ്കിൽ അവർ 50 എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ 51 ഇതാ യേശുവും കൂടി ഇരിക്കട്ടെ എന്ന് നോക്കും അല്ലേ. അതെ, ബംഗാളി ഞാൻ പോയി സുവിശേഷം നടത്തിയപ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു ആദ്യമേ, ഇവിടെ ഉള്ളവരെല്ലാം തലയാട്ടും, നിങ്ങൾ ഏകം പറയണം. ഞാൻ പോയി ഏകം പറഞ്ഞു എൻ്റെ അടുത്ത്. അതുകൊണ്ട് വളരെ നമ്മൾ ഇന്ത്യയിൽ പൊതുവേ എവിടെ പോയാലും ഈ അന്യദൈവ ആരാധന ഒരുപാടുള്ള സ്ഥലത്ത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏകരക്ഷകൻ, ദൈവം അയച്ച ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് രക്ഷ വരുന്നത്. അവൻ്റെ മരണം, അവൻ്റെ പുനരുത്ഥാനം എല്ലാം സൂചിപ്പിക്കണം അല്ലേ. ക്രിസ്തു പാപരഹിതനായി ജീവിച്ച് നമ്മുടെ പാപത്തിൻ്റെ അനന്തരഫലമായ എന്താ അനന്തരഫലം? മഹാക്രോധം. അതായത് പാപത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹാക്രോധമാണ്. ആ ക്രോധം അല്ലാതെ വെറുതെ ശാരീരിക മരണം മാത്രമല്ല, ദൈവത്തിൻ്റെ മഹാക്രോധം ക്രൂശിൽ നമുക്ക് പകരക്കാരനായി അനുഭവിച്ചു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹാക്രോധം ദൈവത്തിന് നീക്കുവാൻ കഴിയുന്നത്. നീതിമാനായ ദൈവത്തിന് പാപം അതിനുള്ള ദണ്ഡനം കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ക്രിസ്തു പകരക്കാരനായി മരിച്ചു അല്ലേ. അത് കഴിഞ്ഞ് മരിച്ചങ്ങ് തീർന്നോ? ഇല്ല. അത് കഴിഞ്ഞ് 3-ാം നാളിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. അതെന്താ സൂചിപ്പിക്കുന്നത്? മരിച്ചങ്ങ് പോയില്ല, മരണത്തെ അതിജീവിച്ചു. അതായത് മഹാക്രോധം പൂർണ്ണമായിട്ടും കൊടുത്തു തീർത്തു. അല്ലാതെ ശിക്ഷയും കൊണ്ട് അങ്ങ് ജയിലിൽ കിടക്കുകയല്ല ഇപ്പോഴും. അങ്ങനെ ഒരാളിൽ രക്ഷ കിട്ടത്തില്ല. അവൻ ഇപ്പോഴും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്തോന്ന് രക്ഷ അല്ലേ? നമുക്ക് പകരക്കാരൻ ഒരുത്തും ജയിലിൽ പോയി കിടക്കുക അല്ലേ. അതുകൊണ്ട് എന്ത് ഗുണം? ജയിലിൽ നിന്ന് പുറത്ത് വരണം അല്ലേ. അവനിൽ ആണ് രക്ഷ. അപ്പോൾ തൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു, ദൈവം അംഗീകരിച്ചു എന്നുള്ളതിനുള്ള സൂചനയാണ് പുനരുത്ഥാനം അല്ലേ. അപ്പോൾ പാപത്തെയും മരണത്തെയും, പാപവും പാപത്തിൻ്റെ അനന്തരഫലമായ മരണവും ജയിച്ച ഏക വ്യക്തിയാണ് യേശു ക്രിസ്തു. അതാണ് പുനരുത്ഥാനം സൂചിപ്പിക്കുന്നത് അല്ലേ. ഇനി 4-ാമത്തെ ഘടകമാണ് ഇതും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇതെങ്ങനെ ഈ സുവിശേഷം നമ്മളെ രക്ഷിക്കും? ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ഘടകം വരുന്നത് അല്ലേ. വിശ്വാസത്തിലൂടെയാണ്, അല്ലാതെ പ്രവൃത്തിയിലൂടെയല്ല. എന്നാൽ പിന്നെ ഞാനും പോയി പള്ളിയിൽ കുറച്ച് നേർച്ചയൊക്കെ നേർന്ന് കുറച്ച് വഴിപാടൊക്കെ നടത്തി കോഴിയെ മുറിച്ചും ഇതൊക്കെ ഉണ്ടല്ലോ പല പള്ളികളിലും അല്ലേ. അങ്ങനെയാണോ? അല്ല. ക്രിസ്തു മതത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അവിടെ സുവിശേഷമൊന്നുമില്ല. സുവിശേഷം അതായത് ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ള രക്ഷ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? വിശ്വാസത്തിലൂടെ പറ്റും. പ്രവൃത്തിക്ക് സ്ഥാനമില്ല. അത് തുടക്കത്തിലുമില്ല, ഒടുക്കത്തിലുമില്ല, ഇടയ്ക്കുമില്ല, ഒരിടത്തുമില്ല അല്ലേ. അപ്പോൾ ഇത്രയും 4 ഘടകങ്ങളും നമ്മൾ പറഞ്ഞിരിക്കണം. ഏത് രീതിയിലാണേലും, എത്ര കുറഞ്ഞ സമയത്താണേലും. 5 മിനിറ്റിലും പറയാൻ പറ്റണം, 10 മിനിറ്റിലും പറയാൻ പറ്റണം, 1.5 മണിക്കൂറിലും സുവിശേഷം പറയുകയാണെങ്കിൽ ഈ 4 ഘടകങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം, ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്ലേ. അങ്ങനെ പറയുമ്പോഴാണത് സുവിശേഷം പറഞ്ഞു എന്നാവുന്നത്. പക്ഷേ സുവിശേഷീകരണം ഞാൻ നേരത്തെ പറഞ്ഞു, സുവിശേഷം പറഞ്ഞാൽ മാത്രം പോരാ, ഒരു ലക്ഷ്യത്തോടെ പറയണം. എന്താ ലക്ഷ്യം? ഈ കേൾക്കുന്നവന് ദൈവാത്മാവിനിൽ നിന്ന് വിശ്വസിക്കാൻ പ്രേരണ ലഭിക്കണം അല്ലേ. അപ്പോൾ നമ്മളിത് പറയുക വേണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ 2 കൊരിന്ത്യർ 5-ന്റെ അവസാനം പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അപേക്ഷിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു അല്ലേ, നിങ്ങൾ ഈ കൃപ വൃഥാവാക്കി കളയരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് കെഞ്ചണം, നമ്മൾ പറയണം. നിർബന്ധിക്കുക എന്നുള്ളതല്ല, പക്ഷേ നമ്മളെന്ത് പറയണം? മോനെ രക്ഷിക്കപ്പെടുക, മോളെ രക്ഷിക്കപ്പെടുക അല്ലേ. നമ്മൾ അവരോട് എന്ത് ചെയ്യണം? അപേക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുക. യാചിക്കണം. ശരിക്കുള്ള വാക്കിൻ്റെ അർത്ഥം അതാ, യാചിക്കണം. നിങ്ങൾ കടന്നു വരണം, ഇതിലേ ഉള്ളൂ ഏക രക്ഷ അല്ലേ. അപ്പോൾ ഒരു ലക്ഷ്യബോധത്തോടെ അവർ സമ്മതിക്കണം, അവർ വിശ്വസിക്കണം. അതോടൊപ്പം തന്നെ അവർ സുവിശേഷം ശരിയായി മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടെ ഈ പറഞ്ഞ ഘടകങ്ങൾ നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സുവിശേഷീകരണം എന്ന് പറയുന്നത്. അതായത് സഭയെ വരാൻ പറഞ്ഞാൽ അത് സുവിശേഷീകരണത്തിനുള്ള ഒരു മുഖാന്തരമായിരിക്കാം അല്ലേ. ഇപ്പോൾ പറഞ്ഞ രോഗാവസ്ഥയെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് സുവിശേഷീകരണത്തിനുള്ള ഒരു മുഖാന്തരമായിരിക്കാം. ഞാൻ എൻ്റെ സാക്ഷി ഒരാളോട് പറഞ്ഞു, അതും സുവിശേഷീകരണമല്ല, സുവിശേഷീകരണത്തിനുള്ള ഒരു മുഖാന്തരമേ ആകുന്നു. കാരണം എൻ്റെ സാക്ഷ്യത്തിൽ വിശ്വസിച്ച് ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. രോഗശാന്തി കിട്ടിയ ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. സഭയെ വന്നാൽ ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. രക്ഷിക്കപ്പെടണേ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ദൂത് വിശ്വസിക്കണം അല്ലേ.
ആ വിശ്വസിക്കണം എന്ന് പറയുമ്പോഴും സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ യോഹന്നാൻ 3:16 വചനം തുറന്നു നോക്കാതൊക്കെ ഒന്ന് പറഞ്ഞേ. പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് പറഞ്ഞു. നിന്റെ ഏകജാതനായ മലയാളത്തിൽ ആദ്യമേ പറഞ്ഞോളൂ, നിന്റെ ഏകജാതനായ പുത്രൻ ബാക്കിയെന്ന് പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവൻ. അപ്പൊ കണ്ടോ, വിശ്വാസം എവിടാ വെക്കണ്ടേ? നമ്മൾ പലപ്പോഴും എന്താ പറയുന്നത്, ചിന്തിച്ചിട്ടുണ്ടോ? സുവിശേഷീകരണം നടത്തുമ്പം ഇത് വളരെ സട്ടിലായ ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ പറയുന്നത് ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, ഇതിലൊക്കെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിലൊക്കെ വിശ്വസിക്കും, ഈ ഫാക്ട്സിലൊക്കെ വിശ്വസിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മാതൃഭൂമിക്കാരനും മനോരമക്കാരനും കേരള കൗമുദി എല്ലാം രക്ഷിക്കപ്പെടണം. കാരണം എല്ലാവരും പത്രത്തിൽ അടിക്കുന്നുണ്ട് അല്ലേ? ക്രിസ്മസിൻ്റെ അന്ന് മനുഷ്യപുത്രൻ പൂജാതനായി അല്ലേ? ആ എഴുതുന്നവൻ രക്ഷിക്കപ്പെട്ടോ? ഇല്ലില്ല, അതൊന്നും രക്ഷിക്കപ്പെട്ടെന്ന് തോന്നുന്നില്ല അല്ലേ? അങ്ങനെയാണ് നാമധേയ പള്ളിക്കാരൊക്കെ എന്നേ രക്ഷിക്കപ്പെടണം, കത്തോലിക്കർ രക്ഷിക്കപ്പെടണം, എല്ലാ കത്തോലിക്കനും രക്ഷിക്കപ്പെടണം, മാർപ്പാപ്പയും രക്ഷിക്കപ്പെടണം. കാരണം എന്താ? അവരെല്ലാം വിശ്വസിക്കുന്നുണ്ട് ക്രിസ്തു ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇത് വിശ്വസിക്കാത്ത ക്രിസ്ത്യാനി ഇല്ല. പിന്നെന്താ നമ്മൾ പറയുന്നത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ വീണ്ടും ജനിച്ചതെന്ന്? എന്താ കാരണമെന്നറിയാമോ? ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പം നമ്മൾ സുവിശേഷീകരണം നടത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക്രൂശിൽ കർത്താവ് മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതിൻ്റെ വെളിച്ചത്തിൽ നീ എന്ത് വിശ്വസിക്കണം? ഈ വസ്തുത വിശ്വസിച്ചാൽ മാത്രം പോരാ, ചരിത്ര സംഭവം വിശ്വസിച്ചാൽ മാത്രം പോരാ, ഇതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ 3:16 പറഞ്ഞിരിക്കുന്നത് അല്ലേ? യോഹന്നാൻ്റെ അവസാനം അത് തന്നെ പറഞ്ഞു. യോഹന്നാൻ 20:31 വായിക്കാവോ? യോഹന്നാൻ 20:31 യോഹന്നാൻ തന്നെ പറഞ്ഞിരിക്കുക എന്തിനാണ് ഞാനിതെല്ലാം എഴുതിയെന്ന് അല്ലേ? നിങ്ങൾക്കറിയാവുന്ന വാക്യം. യോഹന്നാൻ 20:30 യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. കണ്ടോ, ക്രിസ്തു ആരാണെന്നുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. അപ്പോൾ വ്യക്തി ആരാണ്? വ്യക്തിയുടെ ഐഡന്റിറ്റി അല്ലേ? ക്രിസ്തു ആരാണ്? അവൻ ദൈവപുത്രനാണ്, അവനിൽ മാത്രം നിത്യജീവൻ ലഭിക്കും, അവൻ്റെ ക്രൂശും അവൻ്റെ പുനരുത്ഥാനവും നിമിത്തം അവന് മാത്രമേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ, അവൻ്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിശ്വസിച്ച് അവനിൽ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ സുവിശേഷീകരണം വളരെ ലളിതമായിട്ട് പറയാം, ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ പോവുക. നേരത്തെ പറഞ്ഞ പോലെ സഹോദരൻ എന്നെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ അതെ, പലപ്പോഴും നമ്മൾ ഈ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും തർക്കശാസ്ത്രവും ഒക്കെ ചിന്തിച്ചു പോകും. പക്ഷെ നമ്മൾ പോകുന്നത് ഈ വ്യക്തി എനിക്കറിയാവുന്ന കർത്താവിനെ പരിചയപ്പെടണം, അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലേ? മാത്രമല്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആരാധിച്ച് സുവിശേഷീകരണം നടത്താം. പലപ്പോഴും ആരാധിക്കാനൊന്നും വരത്തില്ല അല്ലേ? ഭയപ്പെട്ട്. കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 4 ഘടകവും വെച്ചുകൊണ്ടിരിക്കുക. ഈ 4 ഘടകവും ചാടിയോ മറിഞ്ഞോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇതൊക്കെ വേണം. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്നും രുചിച്ചറിയുന്ന കർത്താവിനെ വേറൊരാൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ പരിചയപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളുണ്ടോ ഇവിടെ? ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന വല്ല വഴിയെ പോകുന്നതിനൊക്കെ പരിചയപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭർത്താവിനെ ഭാര്യയ്ക്ക് പരിചയപ്പെടുത്താൻ അറിഞ്ഞൂടെ? ഇതാണ് എൻ്റെ കാന്തൻ എന്ന് പറയാൻ അല്ലേ? പറയാൻ എളുപ്പമല്ലേ? അപ്പോൾ നല്ലപോലെ അറിയാവുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് വേറൊരാളോട് പറയാൻ എന്തോ ഇത്ര പാട്. നമുക്കൊക്കെ നല്ലപോലെ സംസാരിക്കാൻ അറിയാം അല്ലേ? അയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ്, അയാൾ എന്ത് കിടിലമാണ് അല്ലേ? അത്രയേ ഉള്ളൂ. അതാ സുവിശേഷീകരണം, വ്യക്തിയെ പരിചയപ്പെടുത്തുക. അവനെ ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പോസ്തലൻ കൊലോസ്യ ലേഖനം 1 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വ്യക്തിയെ പ്രസ്താവിക്കുക. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ ഊന്നൽ നൽകേണ്ടത് ക്രിസ്തു എന്ന വ്യക്തിയായിരിക്കും അല്ലേ? അപ്പോൾ ഇത് പഠിക്കേണ്ടതാണ്, പരിശീലിക്കേണ്ടതാണ്, പറഞ്ഞു പഠിക്കണം. നമ്മൾ അന്യോന്യം പറഞ്ഞു പഠിക്കണം. ഓക്കെ, ഞാനൊന്ന് സുവിശേഷീകരണം ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഈ മറ്റേ നമ്മുടെ ഈ ചർച്ചിലൊക്കെ ഈ പാട്ടുകാർ റിഹേഴ്സൽ നടത്തുമല്ലോ, എന്താ പറയുന്നത്? കൊയർ പ്രാക്ടീസ് എന്ന് പറഞ്ഞ പോലെ പാട്ടൊക്കെ ഒന്ന് പാടിയൊക്കെ നോക്കുന്നെന്ന് പറഞ്ഞ പോലെ സുവിശേഷീകരണം പരിശീലിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വല്ലതൊക്കെ പോയി പറയും അല്ലേ? പലപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നമാണ് ഈ നേരത്തെ പറഞ്ഞ ഭയവും ലജ്ജയും അല്ലേ? അതിനെക്കുറിച്ച് തുടർന്നൊരു മാസം ഞാൻ സംസാരിക്കാം. പക്ഷേ ഒരു വാക്യം മാത്രം അതിനോട് ചേർത്ത് വായിച്ചോട്ടെ. ഇന്നിപ്പോൾ കുറേ ഡിസ്കഷൻ അതിനെക്കുറിച്ച് വന്നുകൊണ്ട് നമ്മൾ നോക്കിയ ആ 2 തിമോത്തി തന്നെ കിടപ്പുണ്ട്. 2 തിമോത്തി 1-ാമത്തെ അധ്യായത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് 8-ാം വാക്യം. 2 തിമോത്തി 1-ാം അധ്യായം 8-ാം വാക്യം. അതുകൊണ്ട് വായിച്ചോ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി
ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. കണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, കർത്താവിൻ്റെ സാക്ഷ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ലജ്ജിക്കാതെ സുവിശേഷത്തിനായി കഷ്ടം സഹിക്കുക. സുവിശേഷത്തിനായി കഷ്ടം സഹിക്കുക, അതൊരു കൽപ്പനയാണ്. പക്ഷെ അവിടെ കഷ്ടം സഹിക്കാമെന്ന് മാത്രമല്ല പറഞ്ഞത്, ദൈവശക്തിക്ക് ഒത്തവണ്ണം കഷ്ടം സഹിക്കണം, അല്ലേ? അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവശക്തി എത്രമാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, അയ്യോ ബ്രദറെ, മുല്ലപ്പെരിയാർ ഡാം പോലെ പൊട്ടി ഒഴുകുകയാണ്. കഷ്ടം അത് വെറും ഒരു ഉറുമ്പ് കടിയുടെ അത്രയേ ഉള്ളൂ. അതങ്ങനെ അത് രണ്ടും ചേരാതെ പോകുന്നത് അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ? ദൈവശക്തി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവശക്തിക്ക് ആനുപാതികമായിട്ട് നമ്മൾ കഷ്ടം സഹിക്കണമെന്ന്. ഉണ്ടോ? കഷ്ടമൊക്കെ ഉണ്ടോ? അത്രയ്ക്ക് ഇല്ല, അല്ലേ? ഇത് ദൈവശക്തിയാൽ കഷ്ടം സഹിക്കണമെന്നല്ല, എങ്ങനെ കഷ്ടം സഹിക്കണമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത് തരത്തിൽ കഷ്ടം സഹിക്കണം, എത്രമാത്രം ശക്തി ദൈവം തന്നിട്ടോ അത്രയും ശക്തിയിൽ കഷ്ടം സഹിക്കണം. അതായത് ഒരു 100 വാട്ട് ശക്തി തന്നിട്ടുണ്ടെങ്കിൽ അത്രയും കഷ്ടം സഹിക്കണമെന്ന്, അല്ലേ? അതിന് ആനുപാതികമായിട്ട്. എന്നിട്ട് പൗലോസ് തന്നെ എഫീഷ്യൽ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് അളവില്ലാത്ത പരിശുദ്ധാത്മ ശക്തിയാണ്, ഇത് അളക്കാൻ പറ്റാത്ത ശക്തിയാണ്. അപ്പോൾ അളക്കാൻ പറ്റാത്ത അത്രയും കഷ്ടത നമ്മൾ സഹിക്കണം, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താ? കഷ്ടം സഹിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ദൈവശക്തി. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഭയം, ലജ്ജ, സുവിശേഷീകരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് ചിന്തിക്കാറില്ല. നമുക്കുള്ളിലൊരു ശക്തി ദൈവം തന്നിട്ടുണ്ട്. ആത്മശക്തിയിൽ ലജ്ജിക്കാതെ സുവിശേഷത്തിനായിട്ട് കഷ്ടം സഹിക്കണം, അല്ലേ? കർത്താവിൻ്റെ സാക്ഷ്യത്തിനായിട്ട് കഷ്ടം സഹിക്കണം. പിന്നെ അന്നത്തെ കാലത്ത് പൗലോസ് ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ പൗലോസിനെ ഓർത്തും ലജ്ജിക്കാതെ പൗലോസ് ഉണ്ടായിരുന്നേ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യണം അവൻ്റെ സ്ഥാനത്ത്. അതാണ് തിമോത്തിയോട് പറയുന്നത്. എന്നാൽ നമ്മളെ ബാധിക്കുന്ന ഇതല്ല, നമ്മളെ ബാധിക്കുന്നത് കർത്താവിന് വേണ്ടി ദൈവശക്തിക്ക് ഒത്തവണ്ണം കഷ്ടം സഹിക്കുക. എന്നിട്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ നേരത്തെ നമ്മൾ വായിച്ച ക്രിസ്തുയേശുവിൻ്റെ നല്ല പഠനമായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പോൾ കഷ്ടം സഹിക്കുക 1-ാം അധ്യായത്തിലുണ്ട്, 2-ാം അധ്യായത്തിലുണ്ട്. പക്ഷേ 1-ാം അധ്യായത്തിലാണ് ഏത് തരത്തിലുള്ള കഷ്ടം, അല്ലേ? അപ്പോൾ നമ്മളോടൊക്കെ ഉള്ളൊരു ചോദ്യം, നമ്മുടെ ജഡത്തിൻ്റെ അത്രയെങ്കിലും ശക്തിക്ക് ഒത്തവണ്ണം നമ്മൾ കഷ്ടം സഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ വേറെ പല കാര്യത്തിനും മെനക്കെടാൻ തയ്യാറാണ്, വേറെ പല കാര്യത്തിനും കഷ്ടം സഹിക്കും, ലൗകിക കാര്യത്തിനും ഓഫീസ് കാര്യത്തിനും ഒക്കെ ബന്ധപ്പെടും. സുവിശേഷത്തിന് നമ്മുടെ ജഡത്തിൻ്റെ അത്രയും പോലും നമ്മൾ കഷ്ടം സഹിക്കുന്നില്ല. പിന്നാണ് ഈ തന്നിരിക്കുന്ന ശക്തിക്കെത്തണം, അല്ലേ? വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. ദൈവശക്തിക്ക് ഒത്തവണ്ണമാണ് നമ്മൾ കഷ്ടം സഹിക്കേണ്ടത്. അപ്പോൾ ലജ്ജയും ഭയവും ഒക്കെ മറികടക്കാൻ ഈ ദൈവശക്തി മതിയായ ശക്തിയാണ്, അല്ലേ? അപ്പോൾ ഇനിയുള്ള 15 മിനിറ്റ് നമ്മൾ രണ്ട് പേരായിട്ട് നിങ്ങൾ തിരിഞ്ഞ് അന്യോന്യം ഈ പറഞ്ഞ സുവിശേഷ ദൂതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതെന്നോട് എടുത്തു പറഞ്ഞതാണ്. ഇത് പ്രായോഗിക തലത്തിലുള്ള ട്രെയിനിങ് ആയതുകൊണ്ട് എന്നെ നോക്കി ആരും ഇതെന്തൊരു പാടെന്ന് പറയരുത്. ഇത് തന്നവനെ നോക്കി നിങ്ങൾ വേണം, ഇതൊക്കെ ആരടാ ഇത് പ്ലാൻ ചെയ്ത്. അപ്പോൾ പക്ഷേ ഇത് ഞാൻ പറയുന്നത്, ഇത് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് പരിശീലിക്കാതെ പോയാൽ പലപ്പോഴും നടക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഇപ്പോൾ പറയുന്നത് തന്നെ കാണാ പഠിക്കണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷെ പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ 4 ഘടകങ്ങളും, അപ്പോൾ എല്ലാവർക്കും 7 മിനിറ്റേ ഉള്ളൂ ഒരാൾക്ക്, അല്ലാതെ അങ്ങ് പ്രസംഗിക്കാൻ തരികയല്ല. ഓക്കെ, ഒരു 5 മിനിറ്റിനകത്ത് പറ്റുമെങ്കിൽ തീർക്കുക. ഈ പറഞ്ഞ 4 ഘടകങ്ങളും പറയണം. അത് നിങ്ങളുടേതായ ഭാഷയിൽ പറയണം. ഞാൻ പറഞ്ഞതെല്ലാം കടമെടുത്ത് പറയുകയല്ല. എന്നാൽ കേൾക്കുന്ന വ്യക്തിക്ക് ഇതൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണെന്ന് തോന്നുകയും വേണം. ഇനി ഇവിടെ ആരും മാർക്കൊന്നും ഇടാൻ പോകുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടെന്നിരിക്കും. ഞാനിതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷേ ഇത് നിങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. ഇങ്ങനെയൊക്കെ പരിശീലിക്കുക, വീട്ടിൽ പോയിട്ട് ഭർത്താവുമായിട്ട് പരിശീലിക്കുക, ഭാര്യയായിട്ട് പരിശീലിക്കുക. ഇത് പരിശീലിക്കും തോറും ഈ അവിടെ ചെല്ലുമ്പോൾ ഈ സഭാകമ്പം കുറഞ്ഞു കിട്ടും, അല്ലേ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പറയാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്താം. ഇത് മറ്റേ ഒരിക്കലും പറയാത്ത സുവിശേഷം ഇനി അത് എങ്ങനെ പറയുകയുടെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. എന്ത് വാക്കുപയോഗിക്കും? അപ്പോൾ പിന്നെ മറ്റേ ആളുകളെ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം. അവർ ഈ എഴുതി വെച്ചതുമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അതും നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്തോ ഒരാളും കാണാൻ പഠിച്ച് പറയുന്നതല്ല. അയാൾക്ക് ആളുകളെ ഒന്നും നോക്കാൻ സമയം കിട്ടുന്നില്ല. അവിടെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൂത് അല്പം ഒന്ന് അങ്ങോട്ട് തിരിക്കണം. ഇതൊന്നും കാണാൻ പറ്റുന്നില്ല അയാൾക്ക്, അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അപ്പം പറയുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റണം, അല്ലേ? അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷനും സമയമില്ല. അയാൾ മറ്റേ എന്തുവാടേ പഠിച്ചു വെച്ച 3-ാമത്തെ പോയിന്റ് അത് പറയാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പലപ്പോഴും സുവിശേഷീകരണത്തിൽ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. പഠിച്ചു വെച്ച 3-ാമത്തെ പോയിന്റ് എന്തായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടിരിക്കും.
ഈ വ്യക്തിയെ നമുക്ക് നോക്കാൻ പറ്റില്ല. ഈ വ്യക്തിയെ നോക്കാത്തിടത്തോളം കാലം അത് നേരെ ചൊവ്വേ സുവിശേഷീകരണമാകത്തില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളും അവർ ഓരോരുത്തരും ഓരോ തരത്തിലുള്ളവരാണ് അല്ലേ. അത് കർത്താവിൻ്റെ ഇടപെടൽ തന്നെ നമ്മൾ കാണുമ്പോൾ കാണാം അല്ലേ. വചനത്തിൽ ഏറ്റവും എടുത്തു കാണുന്ന ഒരു ഭാഗമാണ് യോഹന്നാൻ 3:4. 3 വലിയ ഒരു ബിഷപ്പ് വന്നിരിക്കുകയാണ്, നിക്കോദീമസ്. പുള്ളിയോട് ഇടപെടുന്ന പോലെയല്ല. അടുത്ത അധ്യായത്തിൽ ഒരു സ്ത്രീയായ ശമരിയക്കാരി, മൂത്രമല്ല ഇച്ചിരി പ്രശ്നമൊക്കെ പിടിച്ച ഒരു സ്ത്രീ അല്ലേ, അങ്ങനെ വലിയ ധാർമ്മിക ബോധമൊന്നും ഇല്ലാത്തൊരു സ്ത്രീ. പക്ഷെ കർത്താവിന് രണ്ടുപേരോടും ഇടപെടാറില്ല അല്ലേ. അപ്പോൾ വ്യക്തികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഏത് വ്യക്തി വന്നാലും ഈ സുവിശേഷം പറയാൻ അറിയണം. പക്ഷേ സുവിശേഷത്തിൻ്റെ കാതലായ സത്യങ്ങളൊക്കെ മനപ്പാടമായിരിക്കണം, ഗൃഹസ്ഥമായിരിക്കണം അല്ലേ. അപ്പോൾ അതിന് സഹായിക്കാനാണ് ഈ ഒരു ആരും ചമ്മലൊന്നും വേണം, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ. അപ്പോൾ ആ കൂട്ടൊക്കെ കണ്ടുപിടിച്ചോ. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് പോകാമല്ലോ അല്ലേ. 9:05 നിർത്താം അല്ലേ. ചെയ്യാം. ഇവിടെ ചെയ്യാൻ പറ്റാത്തവരാണ് ഇനി ഭൂമിയിൽ ഇറങ്ങി മറ്റേ പാപികളോട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല അല്ലേ. അപ്പോൾ ഇവിടെ തുടങ്ങാം, ഇവിടെങ്കിലും സുവിശേഷീകരണം ആരംഭിക്കാം. ഇതിനി എല്ലാ പ്രാവശ്യവും കാണും. നമ്മൾ പഠിക്കുന്നതുമായിട്ട് ചേർന്ന് പോകുന്ന എന്തെങ്കിലും ഒരു ഇതുപോലൊരു എക്സസൈസ് കാണും കേട്ടോ. അപ്പോൾ അതറിഞ്ഞ് വേണമെങ്കിൽ കേർസിലിന് വരാതിരിക്കാം. അപ്പോൾ പറയുന്ന രീതി അല്ല നമ്മൾ കാണാൻ പഠിക്കുന്നത്, സത്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് പറഞ്ഞ് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ വാചകങ്ങളെല്ലാം കാണാൻ പഠിക്കാനല്ല. ഇപ്പോൾ ഇത് വെച്ച് ഞാൻ പറയട്ടെ, ഈ സൃഷ്ടാവാം ദൈവത്തിന് ഇത്രയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് 5 മിനിറ്റേ ഉള്ളപ്പം സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ഈ ദൈവത്തിന് സകല സൃഷ്ടികളോടും ഒരു സുവാർത്ത പറയാനുണ്ട്. ഇത് മതി, ആമുഖമായി ഒന്നാമത്തെ ഗോഡ് തീർന്നു. ദൈവം ആരാന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 5 മിനിറ്റേ ഉള്ളെങ്കിൽ, 1 മണിക്കൂറേ ഉള്ളെങ്കിൽ നമുക്ക് ആദമും ഹവ്വയൊക്കെ പറഞ്ഞു പോവാം അല്ലേ. ഏതൻ തോട്ടവും ത്രിയേക ദൈവവും, ഇവിടെ തൃത്വമൊക്കെ വന്നു. തൃത്വമൊക്കെ പറയാൻ പോയാൽ അടുത്ത അടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ നിർവചനം ഓർമ്മ വെക്കണം. കേൾവിക്കാരന് ക്രിസ്തയേശുവിൽ വിശ്വസിക്കുവാൻ ആത്മപ്രേരണ ലഭിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സുവിശേഷം ഉപദേശിക്കലാണ് അല്ലേ. അപ്പോൾ അവൻ രക്ഷിക്കപ്പെടുവാൻ വിശ്വസിക്കേണ്ട വചനസത്യം മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ തൃത്വം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളി വന്നിട്ട് സഹായിക്കും, സഹായിച്ച് കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റും, പിന്നെ നീതീകരണത്തിൻ്റെ പല വശങ്ങൾ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം രക്ഷിക്കപ്പെടാൻ ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി അല്ലേ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാനസാന്തരം ഇല്ല. അറിയാതെ മാനസാന്തരം എന്നുള്ള വാക്കേ യോഹന്നാൻ ഉപയോഗിച്ചിട്ടില്ല. അതെന്താ കാരണം? നിങ്ങൾ യേശുക്രിസ്തു ആരാണെന്ന് അറിഞ്ഞ് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക, അത്രയേ ഉള്ളൂ. പിന്നെ മാനസാന്തരപ്പെട്ട് നമ്മുടെ ശുദ്ധീകരണവും വിശുദ്ധീകരണവും ഒക്കെ പിന്നെ അതൊക്കെ ക്രിസ്തീയ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെടേണ്ട തോത് മാത്രം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പഠിക്കണം. പലപ്പോഴും ഈ പ്രസംഗകരായവർക്കും ഈ 5 മിനിറ്റൊക്കെ പറയാൻ പാടാതാണ്. അത് പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കാട് കയറി പറഞ്ഞു പോകും, അവസാനം പറഞ്ഞു നിർത്തും, അയാൾ പോയി കഴിഞ്ഞു. ആ കൂടെ പറഞ്ഞത് ദൈവമുണ്ട്, പിന്നെ നീ പാപിയാണ്, രക്ഷിക്കപ്പെടത്തില്ല അല്ലേ. അതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് ചുരുക്കി പറയാൻ പറ്റും അല്ലേ. നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നീ ഒരു പാപിയാണ്, നിൻ്റെ പ്രകൃതമേ ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ്, നീ സൃഷ്ടിച്ചത് ദൈവമായിട്ട് ജീവിക്കാനാണ്, നീ അകന്നിരിക്കുക. അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിലെല്ലാ പ്രശ്നവും. ഇതിന് മറുപടിയായിട്ട് ഉത്തരമായിട്ട് ദൈവം അയച്ച രക്ഷകനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു നിൻ്റെ സകല പാപത്തിൻ്റെയും പ്രതിഫലമായ മരണം, ദൈവക്രോധം അനുഭവിച്ച് ക്രൂശിൽ മരിച്ചു. നിനക്ക് പകരക്കാരനായാണ് മരിച്ചത് അല്ലേ. മരിച്ചങ്ങ് പോയെന്ന് മാത്രമല്ല, ആ മരണത്തെ അതിജീവിച്ച് തൻ്റെ പ്രവൃത്തി ദൈവം അംഗീകരിച്ച് ദൈവം തന്നെ പുറത്തിറക്കി അല്ലേ. അതാണ് പുനരുത്ഥാനം അല്ലേ. ഇനി അവനിൽ വിശ്വസിക്കുന്ന സകലർക്കും ഈ പറഞ്ഞ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള ജയം ദൈവം സൗജന്യമായി ദാനം കൊടുക്കും. നിനക്ക് വേണോ? വേണമെങ്കിൽ നീയും യേശുക്രിസ്തു വിശ്വസിക്കുക അല്ലേ. ഇതൊരു രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ എത്ര മിനിറ്റ് എടുത്തു? 2 മിനിറ്റോ 3 മിനിറ്റോ കൊണ്ട് എടുത്തു അല്ലേ. അപ്പോൾ ഇത് നമുക്ക് വിപുലീകരിച്ചും പറയാം, കുറച്ചും പറയാം. പക്ഷേ ഇതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കടമ്പകളുണ്ട്. ഒരു വ്യക്തി ഇതൊക്കെ കേൾക്കാൻ നമ്മുടെ അടുത്ത് വരണമെങ്കിൽ ഒരുപാട് വേറെ കടമ്പകളുണ്ട് അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമ്മളിനി തുടർന്നുള്ള മാസങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ ആളുകളുമായിട്ട് എങ്ങനെ സംഭാഷണത്തിൽ ഏർപ്പെടണം, ഇതൊക്കെ പല കാര്യങ്ങളും ഇതിനകത്ത്. അത് നമുക്ക് ഒരാൾ വന്ന് പഠിപ്പിക്കുന്നതിനേക്കാളും നമുക്ക് എല്ലാവർക്കും
കൂട്ടുത്തരവാദിത്തോടെ അന്യോന്യം പഠിപ്പിക്കാൻ. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ സുവിശേഷീകരണത്തിൽ മിടുക്കന്മാരാണ്. അവർ വാ തുറന്ന് നമ്മളോട് പങ്കുവെക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിൽ വളരേണ്ടതായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അഴൂർ പഞ്ചായത്തിലെ ആ പ്രവൃത്തി ഓർത്ത് നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കണം. സുവിശേഷീകരണത്തിൽ നമ്മളൊരു മുന്നേറ്റം ഉണ്ടായേ പറ്റത്തുള്ളൂ. വന്നവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ. അതൊരു വശത്ത് നടക്കണം, അത് ഇടയ ശുശ്രൂഷയുടെ ഭാഗമാണ്. പക്ഷേ നമുക്ക് ഒരു ഭാഗത്ത് ഇതൊരു സഭാ സ്ഥാപന പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ വന്നവരെ മാത്രം നോക്കിയിരുന്നാൽ പോരാ. പുതിയ ആൾക്കാരെ, പുതിയ ആത്മാക്കളെ നേടണം നമ്മൾ, എങ്കിലേ പ്രവർത്തനം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നടത്തുന്ന ഈ ചടങ്ങ് മുഴുവൻ സുവിശേഷീകരണം പൊതുവായിട്ട് നമുക്കിപ്പം ജോലി സ്ഥലത്തുമൊക്കെ ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫോക്കസ് അഴൂർ പഞ്ചായത്തിലെ പ്രവർത്തനം മുന്നിൽ കണ്ടാണ്. അവിടെ നമ്മൾ സുവിശേഷീകരണത്തിൽ അവിടെ പറഞ്ഞ പോലെ ഈ വലിയ ക്രൂസൈഡൊന്നും നമുക്ക് നടത്താനൊന്നും പറ്റത്തില്ല. അവിടെ വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്തി ഈ സംഭാഷണത്തിലെ ഈ സുവിശേഷമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ രീതിയിൽ ചിന്തിക്കണം. പിന്നെ പൊതുവായിട്ടുള്ള സുവിശേഷീകരണത്തെക്കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ആ കൂടെ പഠിച്ചത് എന്താണ് സുവിശേഷീകരണം. കേൾവിക്കാരന് ക്രിസ്തയേശുവിൽ വിശ്വസിക്കുവാൻ ബോധ്യം അല്ലെങ്കിൽ ആത്മപ്രേരണ ഉളവാകുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സുവിശേഷം ഉപദേശിക്കണം. അല്ല, അവസാനത്തെ ആ വാക്ക് കാതലാണ്, സമയം കിട്ടിയില്ല. ഉപദേശമാണിത്. അതുകൊണ്ടാണ് ഈ ദൈവം, മനുഷ്യൻ, ക്രിസ്തു, വിശ്വാസം, ഇതൊക്കെ ഉപദേശമാണ്. ഇതെല്ലാം ഉപദേശം പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തവൻ വല്ലതുമൊക്കെ പറയും, അല്ലേ? ഇതെല്ലാം ഓരോ ഉപദേശം. ഇതെല്ലാം നമ്മൾ ബൈബിൾ സ്റ്റഡി നമ്മൾ കവർ ചെയ്തത്. ആരാ ദൈവം, ആരാ മനുഷ്യൻ, എന്താ ഭാവി, എന്താ പാപം, എന്താ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, എന്താ വിശ്വാസം, അല്ലേ? അപ്പോൾ ഇത് ഉപദേശിക്കലാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഒരാളെ വഴി കണ്ടു, അയാളോട് ഇത് പറഞ്ഞു, അത് മാത്രമല്ല സുവിശേഷീകരണം. ഇപ്പോൾ ഒരു കുടുംബത്തെ വീട്ടിൽ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാ ബുധനാഴ്ച എങ്കിൽ പോലെ ഞങ്ങൾ ബൈബിൾ സ്റ്റഡി എടുക്കാൻ പോവുകയാണ്. അതും സുവിശേഷീകരണമാണ്. അവർ രക്ഷിക്കപ്പെടാത്തവരാണ്. നമ്മൾ ഇവാഞ്ചലിസ്റ്റിക് ബൈബിൾ സ്റ്റഡിയാണ് നടത്തുന്നത്. അതും സുവിശേഷീകരണമാണ്. ഉപദേശിക്കുകയാണ് നമ്മൾ സുവിശേഷം, അവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട്, അല്ലേ? അതും സുവിശേഷീകരണമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഒരു മാസം പ്രാർത്ഥിച്ചിട്ട് ആ മാസത്തിൻ്റെ അവസാനം ആ പ്രാർത്ഥിച്ച കുടുംബത്തെ വീട്ടിലേക്ക് കഴിക്കാൻ വിളിക്കുക, എന്നിട്ട് ഉപദേശിക്കുക, അല്ലേ? അവരോട് അപേക്ഷിക്കുക, അവരോട് യാചിക്കുക, അല്ലേ? അവരെ സമ്മതിപ്പിക്കുക. ഇതൊക്കെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, അല്ലേ? സുവിശേഷം കൈമാറുക, അല്ലേ? പ്രാർത്ഥിക്കുക, ഒരു മാസം പ്രാർത്ഥിക്കുക. അവർ കടന്നു വരണം, അവർ ഒഴിവൊന്നും പറയരുത്, അന്നേ ദിവസം മഴ പെയ്യരുത്, അന്ന് അവർ കടന്നു വന്നേ പറ്റത്തുള്ളൂ. വന്നു കഴിഞ്ഞ് അവർ തുറന്ന മനസ്സോട് ഇത് കേൾക്കണം, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കണം. കേൾക്കുമ്പോൾ ആത്മപ്രേരണ ഉണ്ടാകണം, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെസ്സേജിൽ കുറേ പറഞ്ഞു എന്തൊക്കെ നമുക്ക് പ്രാഗൽഭ്യം വേണം, വചനം വരണം വായിൽ, കേൾക്കുന്നവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ച്. അപ്പോൾ അതും സുവിശേഷീകരണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഈ ഏറ്റവും അപരിചിതരുടെ അടുത്ത് പോയിട്ട് ഇവനോട് എങ്ങനെ പറയും എന്നുള്ളതാണ്. അത് സുവിശേഷീകരണത്തിലെ ഒരു ഘടകം, അല്ലേ? അല്ലാതെ എല്ലാ സുവിശേഷീകരണവും അതല്ല. അപ്പോൾ നമുക്കറിയാവുന്നവർ, കുടുംബത്തിലുള്ളവരെയൊക്കെ വീട്ടിൽ വിളിക്കുക, എന്നിട്ട് അവരെ ഉപദേശിക്കുക. സുവിശേഷം ഉപദേശിക്കേണ്ട ഒന്നാണ്, പ്രസ്താവിച്ചാൽ മാത്രം പോരാ. ദൈവം ആരാണ്, മനുഷ്യൻ ആരാണ്, പാപം എന്താണ്, ക്രിസ്തു ആരാണ്, എന്താ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, ഇത് 5 ആഴ്ച കൊണ്ട് പഠിപ്പിച്ചാലും മതി കേട്ടോ. ഈ ഘടകമൊക്കെ ഒരുമിച്ച് പറയണമെന്നില്ല. നമ്മൾ അമേരിക്കയിലൊക്കെ അങ്ങനെ ഇവാഞ്ചലിസ്റ്റിക് ബൈബിൾ സ്റ്റഡി എടുത്തത് 4 ആഴ്ച കൊണ്ടേ സുവിശേഷം പറയത്തുള്ളൂ. അല്ല എല്ലാ ദിവസവും സുവിശേഷമൊന്നുമില്ല. ആദ്യം ദൈവം ആരാണ്, ദൈവത്തിനെക്കുറിച്ചുള്ള ബോധം വരട്ടെ, പിന്നെ പാപത്തെക്കുറിച്ചുള്ള ബോധം വരട്ടെ, പിന്നെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ബോധം വരട്ടെ, പിന്നെ വിശ്വാസത്താലല്ല പ്രവൃത്തിയാലല്ല, മതമല്ല ഇത്, അല്ലേ? അങ്ങനെ പറ്റും. യോഹന്നാനിൽ കൂടെ നമുക്ക് ബൈബിൾ സ്റ്റഡി എടുക്കാൻ പറ്റും, അല്ലേ? സൂമിൽ കൂടെ പറ്റും. അങ്ങനെ പല രീതിയുണ്ട്. സുവിശേഷം ഉപദേശിക്കണം, അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം ഈ വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിക്കാം.